Good morning all. നമ്മൾ വെക്റ്റർ സ്പേസിലെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം-ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ ലീനിയർ സ്പേസ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഫൈനൈറ്റ് ബേസിസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, എവറി ഫൈനൈറ്റ് ഡയമെൻഷണൽ ലീനിയർ സ്പേസ് ഹാസ് എ ഫൈനൈറ്റ് ബേസിസ്. പിന്നെ നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സ്പേസ് അല്ലെങ്കിൽ യൂക്ലീഡിയൻ സ്പേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതാണ്? Rn ആണ് ഏത് വരുന്നത്? യൂക്ലീഡിയൻ സ്പേസ്. അതായത് x1 x2 എക്സെട്ര xn n ഓർഡേർഡ് n ട്യൂപ്പിളായിട്ട് വരുന്നതാണ് ഏത് വരുന്നത്? നമ്മളെ യൂക്ലീഡിയൻ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ യൂക്ലീഡിയൻ സ്പേസിൽ നമുക്ക് എപ്പോഴും നമുക്കൊരു ഓർത്തോഗണൽ ബേസിസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വി ക്യാൻ ഓൾവേസ് കൺസ്ട്രക്ട് ഓർത്തോഗണൽ ബേസിസ്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് നമുക്ക് ഗ്രാം-ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓർത്തോഗണൽ ബേസിസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ R2ൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, R2ൻ്റെ കേസിൽ ബി എന്ന് പറയുന്നത് U1 U2 എന്ന് പറയുന്നത് ഗിവൺ ബേസിസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ബി എന്ന് പറയുന്നത് U1 U2 ബി എ ഗിവൺ ബേസിസ്. അതായത് R2ൻ്റെ ഏതോ ഒരു ബേസിസ് ആണ് U1 U2 അല്ലെങ്കിൽ ബി നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ ഓർത്തോഗണൽ ബേസിസ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഈ ബി ഡാഷ് ആണ് എന്തെന്ന് വിചാരിക്കുക? ഒരു ഓർത്തോഗണൽ ബേസിസ് എടുക്കുക, V1 V2. അപ്പോൾ ഈ ബി ഡാഷ് ഓർത്തോഗണൽ ബേസിസ് ആവണം എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു സിറ്റുവേഷൻ? ഇത് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താവണം? 0 വരണം. അങ്ങനെയാണെങ്കിലാണ് എന്ത് വരിക? ഓർത്തോഗണൽ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ U1 U2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോഗണൽ വെക്റ്റർ അല്ലെങ്കിൽ ഓർത്തോഗണൽ ബേസിസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 ആണെങ്കിൽ വളരെ സിമ്പിളാണ്. R2 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ V1 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്ന U1 അല്ലേ, അത് തന്നെയായിരിക്കും എന്ത് വരിക? V1 ആയിട്ട് വരിക. ഓക്കെ, രണ്ടാമത്തതിനാണ് എന്ത് വരിക? രണ്ടാമത്തതാണ് V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? U2 മൈനസ് U2 ഡോട്ട് V1, ഡോട്ട് പ്രോഡക്റ്റ് ആണ് U2 ഡോട്ട് V1 ഡിവൈഡഡ് ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1. ഓക്കെ, അപ്പം നമ്മൾ ഈ രണ്ട് ഫോർമുലയാണ് നമ്മൾ ഇവിടെ ഫോർമുലയെല്ലാം ആദ്യത്തേതിൽ എന്താണ് വരുന്നത്? ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2ൻ്റെ കേസാണ് പറയുന്നത്. R2ൻ്റെ കേസിൽ നമ്മൾ U1 U2 എന്നുള്ള ഏതോ ഒരു ബേസിസ് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് ഓർത്തോഗണൽ ബേസിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ V1 എന്ന് പറയുന്നത്, അതായത് ഓർത്തോഗണൽ ബേസിസിൽ V1 എന്ന് പറയുന്നത് U1 എന്ന് അത് സെറ്റാക്കിയേക്കുക. V2 എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന U2 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് U2 ഡോട്ട് V1 ഡിവൈഡഡ് ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1 വരും. ഇതാണ് ഏത് വരിക? ഓർത്തോഗണൽ ബേസിസ് ഫോർ R2. ഇനി അതേപോലെ തന്നെ R3 ആണെന്ന് വിചാരിക്കാം. R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U1 U2 U3 എന്ന് പറയുന്നത് സാധാരണ ഒരു ബേസിസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓർത്തോഗണൽ ബേസിസ് V1 V2 V3 ആണെന്ന് വിചാരിക്കാം. അത് നമുക്ക് 3 സ്റ്റെപ്പിലാണ് ആൻസർ വരുന്നത്. ആദ്യത്തേത് എന്ത് തന്നെ? V1 എന്ന് പറയുന്നത് U1 ആക്കി സെറ്റ് ചെയ്യാം, ഫസ്റ്റ് വൺ. V2 എന്ന് പറയുന്നത് U2 മൈനസ്, ഇവിടെ ഈ ഒരു ഫോർമുലയിൽ നോക്കിയാൽ മതി, V2 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? U2 മൈനസ് U2 ഡോട്ട് V1 ഡിവൈഡഡ് ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1. പിന്നെ എല്ലാം എന്താണ്? V1ൻ്റെതാണ്. ഓക്കെ, അപ്പോൾ U2 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് U2 ഡോട്ട് V1 ഡിവൈഡഡ് ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1. നമുക്ക് ഏതും കൂടി വേണം? V3 കൂടി വേണം. അപ്പോൾ V3യിലും ചേഞ്ച് വരുന്നത് എന്താണ്? V3 ആകുമ്പോൾ ആദ്യത്തേത് U3 തന്നെ മൈനസ് ഇവിടെ U3 വരുമ്പോൾ ഇവിടെ എന്ത് തന്നെ? U3 തന്നെ. അപ്പോൾ U3 ഡോട്ട് V1 ഡിവൈഡഡ് ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1 മൈനസ് U3 ഡോട്ട്, ഇവിടെ V1 ആണ് വന്നത്, നെക്സ്റ്റിൽ എന്ത് ചെയ്താൽ V2 ചെയ്ത്. അപ്പോൾ U3 ഡോട്ട് V2 ഡിവൈഡഡ് ബൈ V2 ഡോട്ട് V2 ഇൻറ്റു V2. ഇതാണ് ഏത് വരിക? R3ൻ്റെ ഓർത്തോഗണൽ ബേസിസ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് R2ഉം R3യും മാത്രമാണ്. ഇതിപ്പോൾ എത്ര വന്നു കഴിഞ്ഞാലും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഏത് പ്രോസസ്സ്? ഈ ഗ്രാം-ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് വഴി നമ്മൾ എന്ത് ചെയ്യും? ഓർത്തോഗണൽ വെക്ടേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ദിസ് സെറ്റ് B ഈസ് ഈക്വൽ ടു, ഇതൊരു ബേസിസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. R2ൻ്റെ ബേസിസ് ഇവിടെ 2 എലിമെൻറ്റ് അല്ലേ ഉള്ളത്, -32 എന്നുള്ള എലിമെൻറ്റും -11 എന്നുള്ള എലിമെൻറ്റും തന്നിട്ടുണ്ട്. അത് ബേസിസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ട്രാൻസ്ഫോം B ഇൻറ്റു എൻ ഓർത്തോ നോർമൽ ബേസിസ്. ഇതിനെ നമുക്ക് ഏത് ബേസിസിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഓർത്തോ നോർമൽ ബേസിസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? ഓർത്തോ നോർമൽ ബേസിസിലേക്കാണ്. ഇവിടെ നമ്മൾ പറഞ്ഞതാണ്
ഓർത്തോഗണലാണ്. ഓർത്തോഗണലും ഓർത്തോ നോർമലും തമ്മിൽ എന്തായിരുന്നു ഡിഫറൻസ്? ഓർത്തോഗണലിനെ ഓർത്തോ നോർമലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നോം കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അത് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ സെറ്റ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് ബേസിസ്. അപ്പോൾ നമ്മൾ എന്താക്കി എടുക്കുക? ബിയിലുള്ള എലമെൻറ്റിനെ നമ്മൾ എങ്ങനെയായിരുന്നു ചൂസ് ചെയ്യുക? U1 U2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബേസിസിലുള്ള എലമെൻറ്റ്. അപ്പം ഗിവൺ ദാറ്റ് നമ്മൾ U1 എന്ന് പറയുന്നത് ആദ്യത്തെ എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, -3 2. U2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക? സെക്കൻഡ് എലമെൻറ്റ്, -1 -1 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ R2 ആണെങ്കിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? R2ലെ ഓർത്തോഗണൽ വെക്ടറാണ് നമ്മൾ പറയുന്നത്. R2ലെ ഓർത്തോഗണൽ ബേസിസ് ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓർത്തോഗണൽ ബേസിസ് നമ്മൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എന്താണ് സെറ്റ് ചെയ്യേണ്ടത്? സെറ്റ് V1 = U1. V1 എന്ത് തന്നെയാണ് വരിക? U1 ആണ്. അപ്പോൾ അതിന് ചേഞ്ച് വരുത്തേണ്ട. അതെന്ത് തന്നെ? -3 2 തന്നെ. ഇനി അടുത്ത ഇക്വേഷൻ നമ്മൾ എഴുതുക. വി ഹാവ് രണ്ടാമത്തെ V2 ആണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് ഓർത്തോഗണൽ ബേസിസിൽ അടുത്ത വെക്റ്റർ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എഴുതി വെക്കാം. U2 മൈനസ്, ഇവിടെ നിങ്ങൾ നോക്കുക എഴുതുമ്പോൾ V2, ഇവിടെ എന്താണ്? U2 മൈനസ് അടുത്ത എന്താണ്? U2 ഡോട്ട് V1 ഡിവൈഡഡ് ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ U2, ഇവിടെ V1 ഡോട്ട് എല്ലാം V1 തന്നെ കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഇത് അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വിഷയമില്ല. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നാൽ U2ന് വാല്യൂ കൊടുക്കാം. U2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്നത് -1 മൈനസ് ഓഫ് ഇതിൻ്റെ ആദ്യത്തെ U2 ഡോട്ട് V1. U2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -1 ഡോട്ട് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തത് എന്തായിട്ടാണ്? U1 ആയിട്ടാണ്, അതായത് -3 2 ഡിവൈഡഡ് ബൈ ലാസ്റ്റ് എന്താ? ഡിവൈഡഡ് ബൈ V1 ഡോട്ട് V1 ആണ്. അപ്പോൾ -3 2 ഡോട്ട് -3 2 ഇൻറ്റു -3 2 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുക. അതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കേണ്ടത്. അപ്പോൾ ഇതങ്ങനെ തന്നെ എഴുതാം. -1 മൈനസ് ഓഫ് ഇത് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് R2 എലമെൻ്റ് ആണ്, അതായത് ഓർഡേർഡ് പെയർ ആണ് വരുന്നത്. ഓർഡേർഡ് പെയർ ആകുമ്പോൾ എന്താണ്? ഫസ്റ്റ് 2 എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. -1 ഇൻറ്റു -3 3 പ്ലസ് അടുത്ത എന്താണ്? -1 ഇൻറ്റു 2. അങ്ങനെയുള്ള ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുക. -1 ഇൻറ്റു -3 പ്ലസ് -1 ഇൻറ്റു 2. ഓരോ പെയർ വൈസ് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, പ്ലസ് അടുത്ത എന്താ വരുന്നത്? -2 ഡിവൈഡഡ് ബൈ താഴത്ത് എന്താ വരിക? -3 ഇൻറ്റു -3 എന്ന് പറയുന്നത് 9 പ്ലസ് 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4 ഇൻറ്റു ഏതാണ്? -3 2 വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താ വരിക? ഇത് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -1 അങ്ങനെ തന്നെ ഇൻറ്റു ഇവിടെ 3 - 2 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. 9 + 4 എന്ന് പറയുന്നത് 13 വരും. അപ്പോൾ ഇവിടെ -1/13 ഇൻറ്റു -3 2 വരും. ഓക്കെ, അഗെയിൻ -1 മൈനസ് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? -3/13 2/13. ഇതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ 1/13 നമ്മൾ ഇത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അടുത്ത എന്താ വരിക? ഇവിടെ എങ്ങനെയാണ്? -1 മൈനസ് ഓഫ്. അപ്പോൾ നമ്മൾ ഇത് ഈ 3/13 അങ്ങനെ വരുന്നതുകൊണ്ട് നോക്കണ്ട. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരുന്നുള്ളൂ. അതായത് 2 1 - 1 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ഫസ്റ്റത്തെ രണ്ട് എലമെൻറ്റ്സ് മൈനസ് ചെയ്യുക. 2 - 1 ഫസ്റ്റത്തെ എലമെൻറ്റ്, 1 - 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ എലമെൻറ്റ് വരും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്താണ് വരുന്നത്? -1 മൈനസ് 3/, ഇപ്പോൾ 3/13. അടുത്ത എന്താണ്? -1 2/13 ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ വരിക? -1 + 3/13 എന്ന് പറയുന്നത് -10/13 വരും. അതേപോലെ തന്നെ -1 - 2/13 എത്രയാണ് വരിക? -15 ഡിവൈഡഡ് ബൈ 13. ഇതാണ് നമ്മൾ ഏത് വരിക? V2 വരുന്നത്. ഓക്കെ, therefore B' എന്ന് പറയുന്നത് B' ഈസ് ഈക്വൽ ടു എന്താണ്? V1 V2 എന്ന് പറയുന്നത് V1 എന്ന് പറയുന്നത് ആദ്യത്തെ എലമെന്റ് തന്നെ സെറ്റ് ചെയ്താണ് -3 2. രണ്ടാമത്തെ എലമെന്റ് ഏതാ വരുന്നത്? -10/13 -15/13. ഈ രണ്ട് എലമെന്റ് ആണ് ഏത് വരിക? ഇതിന്റെ ഓർത്തോഗണൽ വെക്ടേഴ്സ് വരിക. ഓക്കെ, ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ ഓർത്തോ നോർമൽ ആണ് തന്നിരിക്കുന്നത്. B' ഈസ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞിട്ട് ഈസ് ആൻ ഓർത്തോഗണൽ ബേസിസ്.
ഈസ് ആൻ ഓർത്തോഗണൽ ബേസിസ്. ഇതൊരു ഓർത്തോഗണൽ ബേസിസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് നോർമലൈസിങ് വെക്റ്റർ അല്ലെങ്കിൽ ഓർത്തോ നോർമൽ ബേസിസ് ആണ് നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നോർമലൈസിങ് വെക്റ്റർ എങ്ങനെയാണ്? W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ഡിവൈഡഡ് ബൈ നോം ഓഫ് V1, അതായത് നമ്മൾ യൂണിറ്റ് വെക്റ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ W2 എന്താ വരിക? V2 ഡിവൈഡഡ് ബൈ നോം ഓഫ് V2 വരും. ഓക്കെ, ഇവിടെ 2 എലിമെൻറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? നോം ഓഫ് V1 കണ്ടുപിടിക്കണം, നോം ഓഫ് V2 കണ്ടുപിടിക്കണം. അപ്പം നോം ഓഫ് V1 എന്താ വരിക? നോം ഓഫ് V1 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? -3 ആണ്. അപ്പോൾ ലെങ്ത് എന്താ വരിക? -3 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ വരും. ഇത് ഈസ് ഈക്വൽ ടു √9 + 4. അപ്പോൾ ഇവിടെ എത്ര വരുന്നത്? √13 ആണ് നോം ഓഫ് V1 വരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? നോം ഓഫ് V2 കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നോം ഓഫ് V2 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് V2 എന്ന് പറയുന്നത് എന്താണ്? -10/13 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത എന്താണ്? -15/13 ഹോൾ സ്ക്വയർ വരും. ഓക്കെ, ഇത് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, അതായത് ഇവിടെ 10 സ്ക്വയർ എന്ന് പറയുന്നത് 100, 15 സ്ക്വയർ എന്ന് പറയുന്നത് 225 ഡിവൈഡഡ് ബൈ 13 സ്ക്വയർ എന്നുള്ള ഫോമുലയാണ് വരുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 25 × 13, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? അതായത് ഇവിടെ ഇങ്ങനെ 100 ഡിവൈഡഡ് ബൈ 13 സ്ക്വയർ പ്ലസ് ഇവിടെ എന്താ എഴുതാം? 15 സ്ക്വയർ ഡിവൈഡഡ് 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225. അപ്പോൾ 225 ഡിവൈഡഡ് ബൈ 13 സ്ക്വയർ അങ്ങനെ തന്നെ എഴുതാം. 13 സ്ക്വയർ എന്ന് പറയുന്നത് 169 ആണ്. അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ രണ്ടും 13 സ്ക്വയർ ആയതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഓക്കെ, ചെയ്താലും യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. Which is equal to √325 ഡിവൈഡഡ് ബൈ √13 സ്ക്വയർ ആണ് വരുന്നത്. √13 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 13 വന്നു. ഡിവൈഡഡ് ബൈ 13. ഓക്കെ, അപ്പം നമുക്ക് നോം ഓഫ് V1 കിട്ടി, നോം ഓഫ് V2 കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ W1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് W1 is equal to V1 ഡിവൈഡഡ് ബൈ നോം ഓഫ് V1 എന്ന് പറയാൻ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? -32 ഡിവൈഡഡ് ബൈ നോം ഓഫ് V2 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? നോം ഓഫ് V1 എന്ന് പറയുന്നത് √13, which is equal to ഇതിനെ എങ്ങനെ ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതാം? -3/√13, 2/√13. ഇതാണ് ഏത് വരുന്നത്? നമ്മൾ W1, അതായത് ഓർത്തോ നോർമൽ വെക്റ്റർ. ഇനി അടുത്തത് W2 എന്ന് പറഞ്ഞാൽ എന്താണ്? V2 ബൈ നോം ഓഫ് V2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? -10/13 -15/13 ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ്? √325 ഡിവൈഡഡ് ബൈ 13 വരും. ഓക്കെ, ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങനെ തന്നെ എഴുതാം, അല്ലെങ്കിൽ ഈ 13 എല്ലാം ക്യാൻസൽ ചെയ്ത് 325 നമുക്ക് ഏതെങ്കിലും ഫോമിൽ എഴുതാൻ പറ്റുമെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 325 നമുക്ക് എങ്ങനെ എഴുതാം? 5 കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ 65 30. അപ്പോൾ 325 എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? 5√13 എഴുതാം അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഓരോന്നിൻ്റെ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് W2 is equal to W2 എന്ന് പറയുന്നത് എന്താണ്? -10/13, അടുത്തത് -15/13 ഡിവൈഡഡ് ബൈ 5√13 ഡിവൈഡഡ് ബൈ 13. ഇങ്ങനെയാണ് നമ്മൾ ഇത് വരുന്നത്. അപ്പോൾ ഇത് ഹോൾ ഡിവൈഡഡ് ബൈ ആണ്. അപ്പോൾ ഓരോന്നിനെ എങ്ങനെ എഴുതാം? -10/13 × 13 ഡിവൈഡഡ് ബൈ 5√13 ആണ് ആദ്യത്തേത്. അതായത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ.
അടുത്ത എന്താ വരിക? -15/13 × 13 ഡിവൈഡഡ് ബൈ 5√13. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ 13ഉം 13ഉം നമ്മൾ ക്യാൻസൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്കി ലാസ്റ്റ് ആൻസർ എന്താണ് വരുന്നത്? -10 ഡിവൈഡഡ് ബൈ 5√13. അടുത്തത് -15 ഡിവൈഡഡ് ബൈ 5√13 വരും. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാവാണെങ്കിൽ -10/5 എന്ന് പറയുന്നത് -2 ആണ്. -2/√13 വരും. പിന്നെ 3/√13. ഓക്കെ, അപ്പോൾ W1ഉം W2ഉം കിട്ടി. Therefore ഇതിനെന്ത് നമ്മൾ പേര് കൊടുക്കുക? B double dash. B double dash is equal to W1, W2 is an orthonormal basis. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഓർത്തോനോർമൽ ബേസിസ് ആണോ അല്ലെങ്കിൽ ഓർത്തോഗണൽ ബേസിസ് ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ഓർത്തോഗണലിനോ ഓർത്തോനോർമൽ ആക്കാൻ വേണ്ടി യാതൊരു പ്രശ്നവുമില്ല. ഓരോ വെക്ടറിനെയും അതിൻ്റെ നോർമ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഓർത്തോനോർമൽ ബേസിസ് ആയി. ഓക്കെ, ഇനി നമുക്ക് R3ൻ്റെ കേസിൽ, അതായത് 3 വെക്ടേഴ്സ് വരുന്ന കേസിൽ നമുക്ക് അതിനെ ഓർത്തോനോർമൽ ബേസിസിലേക്കാക്കി മാറ്റണം. ഓക്കെ, അതാണ് നമ്മൾ R2ൻ്റെ കേസും R3ൻ്റെ കേസുമാണ് നമ്മൾ ഏത് പ്രോസസ്സിൽ പറഞ്ഞിരിക്കുന്നത്? ഗ്രാം-ഷ്മിറ്റ് ഓർത്തോനോർമലൈസേഷൻ പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 111, 122, 110. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ അതിനെ നൊട്ടേഷൻ കൊടുക്കാം. ലെറ്റ് U1 is equal to 111, ആദ്യത്തേത് U1. U2 is equal to 122. U3 is equal to നമുക്ക് എന്ത് കൊടുക്കാം? 110. ഓക്കെ, അപ്പോൾ U1, U2, U3 നമ്മൾ എഴുതി. ഇനിയിപ്പോൾ നമ്മൾ ഓർത്തോഗണൽ ബേസിസ് ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക, അതായത് V1, V2, V3. അപ്പോൾ ഓർത്തോഗണൽ ബേസിസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. V1 എന്താക്കി സെറ്റ് ചെയ്യുക? U1 ആക്കി സെറ്റ് ചെയ്യുക. അതായത് 111. ഏത് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാലും, ഏത് പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും, അതായത് ഗ്രാം-ഷ്മിറ്റ് ഓർത്തോനോർമലൈസേഷൻ പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുക? V1 എന്ന് പറയുന്നത് U1 ആയിട്ട് സെറ്റ് ചെയ്യും. 111. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇക്വേഷനിലേക്ക് പോവാം. V2 എന്ന് പറയുന്നത് എന്തായിരുന്നു? U2 മൈനസ്, ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യാൻ എളുപ്പമാണ്. എന്താണ് V2 എന്ന് പറയുന്നത്? U2 മൈനസ്, ഇവിടെ U2 തന്നെയാണ്, അപ്പോൾ എന്ത് കൊടുക്കുക? U2 ഡോട്ട് V1 ഡിവൈഡഡ് ബൈ, പിന്നെ എല്ലാം V1ൻ്റെ കളി, V1 ഡോട്ട് V1 ഇൻറ്റു V1. ഓക്കെ, അപ്പം U2 എന്ന് പറയുന്നത് 122 ആണ്. നമുക്ക് ഇതിൽ തന്നെ എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുന്നതിൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആവുക ഏതാണ്? ഓരോന്നോരോന്നും ഈ ഡോട്ട് പ്രൊഡക്റ്റും ഈ ഡോട്ട് പ്രൊഡക്റ്റും ഒക്കെ ആദ്യം വേറെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. അപ്പോൾ U2 ഡോട്ട് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U2 എന്ന് പറയുന്നത് 122. അപ്പോൾ 122 ഡോട്ട് V1 എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് U1 ആണ്, 111. ഓക്കെ, അപ്പം ഇത് 3 tuple ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണ്? ആദ്യത്തെ 2 എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ചെയ്യുക. അപ്പോൾ 1 × 1 1, പ്ലസ് 2 × 1 2, പ്ലസ് 2 × 1 2, 2 + 2 + 1 എന്ന് പറയുന്നത് 5. ഇതാണ് ഏത് വരുന്നത്? U2 ഡോട്ട് V1. നമുക്കതെന്ത് ചെയ്താൽ മതി? ഇവിടെ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് വേണ്ടത്? V1 ഡോട്ട് V1. V1 വാല്യൂ കൊടുക്കുക. V1 എന്ന് പറയുമ്പോൾ എന്താണ്? 111 ഡോട്ട് 111. ഇപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക? 1 ഡോട്ട് 1, 1 × 1 പ്ലസ് 1 × 1 പ്ലസ് 1 × 1. ദാറ്റ് മീൻസ് 1 + 1 + 1 which is equal to 3. അതായത് V1 ഡോട്ട് V1 അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ എന്താണ് കിട്ടിയിരിക്കുന്നത്? 3 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് U2 എന്ന് പറയുന്നത് 122 ആണ്, is equal to 122 മൈനസ് നമുക്ക് കിട്ടിയ വാല്യൂ U2 ഡോട്ട് V1 5 ഡിവൈഡഡ് ബൈ 1, 5/1 ഇൻറ്റു നെക്സ്റ്റ് നമ്മൾ V1 ആണ് എഴുതേണ്ടത്, 111. ഓക്കെ, 111. അപ്പോൾ നോക്കുക, ഇത് 122 മൈനസ് ഇവിടെ എന്താണ്? 5 5 5 അല്ലേ? 5 കൊണ്ട് നമ്മൾ 5/1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് വരുന്നത്? ഇനി ഓരോന്നിനെ മൈനസ് ചെയ്യുക. അപ്പോൾ 1 - 5 എന്ന് പറയുന്നത് -4, 2 - 5 എന്ന് പറയുന്നത് -3, 2 - 5 is equal to -3. That means -4 - 3 is an orthogonal vector. ഫസ്റ്റ് ഓർത്തോഗണൽ വെക്ടർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതായത് V2. അപ്പോൾ V1-ആയി അപ്പോൾ നമുക്ക് ഇവിടെ V1-ആയി V2-ആയി. നെക്സ്റ്റ് നമ്മൾ ഏതിലേക്ക് പോവാം? V3യിലേക്ക് പോകാം. ഓക്കെ, അപ്പം V3ൻ്റെ ഇക്വേഷൻ എന്താ വരിക? ആദ്യം തന്നെ നമ്മൾ V3 ആയതുകൊണ്ട് ഇവിടെ എന്ത് കൊടുക്കണം? U3 മൈനസ് ഇവിടെ എന്ത് തന്നെ? U3 ഡോട്ട് V1 ഡിവൈഡഡ് ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1 മൈനസ് ഇവിടെ V3 ആയതുകൊണ്ട് തന്നെ ഒരു ടേമും കൂടി വരില്ല. ഏതായിരുന്നു? U3 ഡോട്ട് V2 ഡിവൈഡഡ് ബൈ
v2 ഡോട്ട് v2 ഇൻറ്റു v2. ഓക്കെ, അപ്പോൾ u3 ഡോട്ട് v1ഉം ഇല്ല u2 ഡോട്ട് v1 ചെയ്തല്ല. അപ്പോൾ u3 ഡോട്ട് v1 നമ്മൾ കണ്ടുപിടിക്കണം. v1 ഡോട്ട് v1 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് അപ്പോൾ നമ്മൾ ചെയ്തതിൽ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എന്തായിരുന്നു വന്നത് നിങ്ങൾ നോക്കി നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 + 1 + 1 എന്ന് പറയുന്നത് 3 ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? 3 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ 5 ഇവിടെ എന്തെല്ലാം വരും? 5/3 5/3 5/3 വരും. അപ്പോൾ നമ്മൾ ഈ v2 കിട്ടുക എന്താണ്? ആദ്യത്തെ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 5/3 ആണ് വരിക. 1 - 5/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2/3. അടുത്തത് 2 - 5/3 എന്ന് പറഞ്ഞാൽ 1/3. എഗെയിൻ എന്ത് വരും? 1/3. ഇതാണ് നമ്മളെ v2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിലും മിസ്റ്റേക്ക് വരും. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഈ ഇക്വേഷനിൽ നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് u3 ഡോട്ട് v1 ആണ്. ഓക്കെ, സോറി u3 ഡോട്ട് v2. u3 ഡോട്ട് v1 നമ്മൾ ആദ്യം ചെയ്യാം. അപ്പോൾ u3 ഡോട്ട് v1 u3 നമുക്ക് എന്താണ്? ഇവിടെ 1 1 0 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡോട്ട് v1 നമ്മൾ എത്രയാണ്? 1 1 1. ഓക്കെ, അപ്പോൾ എന്താ വരിക? 1 + 1 + 0 = 2. ഇതാണ് u3 ഡോട്ട് v1 വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഏതാ വേണ്ടത്? v1 ഡോട്ട് v1 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. v1 ഡോട്ട് v1 നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ആണ്. നെക്സ്റ്റ് നമുക്ക് ഏത് വേണം? u3 ഡോട്ട് v2. u3 ഡോട്ട് v2 എന്ന് പറയുന്നത് 1 1 0 ഡോട്ട് v2. v2 എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? -2/3 1/3 1/3 വരും. ഇത് = -2/3 + 1/3 + 0. അതായത് എന്താണ് വരിക? -1/3 ആണ് നമ്മൾ u3 ഡോട്ട് v2 വരുന്നത്. ഇനി ആരും കൂടി മതി. v2 ഡോട്ട് v2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2/3 1/3 1/3 ഡോട്ട് അടുത്ത എന്താണ്? -2/3 1/3 1/3 വരും. നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നോരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4/9 + 1/9 + 1/9 = -4 + 1 -3 -2/. -2 × -2 എന്ന് പറയുന്നത് 4/9 ആണ്. മൈനസ് ഇല്ല. ഓക്കെ, അപ്പോൾ 4/9 + 1/9 + 1/9 = 6/9. 6/9 നമുക്ക് എന്ത് എഴുതാം? 2/3 നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് v2 ഡോട്ട് v2 കിട്ടി. ഇനി ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? ദാറ്റ് ഈസ് v3 = അഗൈൻ നമ്മൾ ഇക്വേഷൻ ചെയ്ത് u3 - u3 ഡോട്ട് v1 ഡിവൈഡഡ് ബൈ v1 ഡോട്ട് v1 ഇൻറ്റു v1 - u3 ഡോട്ട് v2 ഡിവൈഡഡ് ബൈ v2 ഡോട്ട് v2 ഇൻറ്റു v2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. u3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 0 മൈനസ് ഈ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? 2/. u3 ഡോട്ട് v1 ഡിവൈഡഡ് ബൈ v1 ഡോട്ട് v1 എന്ന് പറഞ്ഞാൽ 2/3 വരും ഇൻറ്റു 1 1 1 മൈനസ് u3 ഡോട്ട് v1 നമുക്ക് എത്ര ആയിട്ടിരിക്കുന്നത്? -1/3 ഡിവൈഡഡ് ബൈ v2 ഡോട്ട് v2 എത്ര ആയിട്ടിരിക്കുന്നത്? 2/3 ഇൻറ്റു v2 ആണ് വേണ്ടത്. v2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2/3 1/3 1/3 വരും. അപ്പം ഈ കാൽക്കുലേഷൻ നല്ലോണം ശ്രദ്ധിക്കാം. ഓക്കെ, = നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താ വരിക? ആദ്യത്തേത് 1 1 0 മൈനസ് 2/3 2/3 പ്ലസ് അടുത്തതിൽ ഏതും ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1/3 2/3 ആണ്. 3 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി ഇവിടെ എന്താണ് വരുന്നത്? -1/2 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1/2 അല്ലേ. അപ്പോൾ 1/2 ഇൻറ്റു ബാക്കിയുള്ളത് -2/3 1/3 1/3 വരും. ഓക്കെ, ഇത് = 1 1 0 മൈനസ് 2/3 2/3 2/3 പ്ലസ് അടുത്തത്
1/2 ഇൻറ്റു -2/3 എന്ന് പറയുമ്പോൾ -1/3 1/6 1/6 വരും. ഓക്കെ, ഇനി ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് 1 - 2/3 പ്ലസ് -1/3 ആദ്യത്തേത്, പിന്നെ അടുത്ത 1 - 2/3 പ്ലസ് 1/6, അടുത്തത് 0 - 2/3 പ്ലസ് 1/6. ഓക്കെ, ഇതാണ് നമ്മുടെ V3 വരുന്നത്, അതായത് തേർഡ് ഓർത്തോഗണൽ വെക്റ്റർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ -2 -1 -3/3 1 - 1 എന്ന് പറയുന്നത് 0. ഇവിടെ എന്താ വരിക, അതേപോലെ 1 - 2/3 പ്ലസ് 1/6 എന്ന് പറയുന്നത് എത്രയാണ് 1/2 വരും. അടുത്ത എന്താണ് വരുന്നത്, സെയിം തന്നെ -1/2 വരും. അപ്പോൾ ഇതാണ് നമ്മൾ V3 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തോഗണൽ therefore B' is equal to B' ആണ് നമ്മൾ ഓർത്തോഗണൽ വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത്. therefore B' is equal to V1 V2 V3 is equal to നമ്മൾ ഈ വെക്ടേഴ്സ് എഴുതി കൊടുക്കുക. 1 1 1 -2/3 1/3 1/3 ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് 0 1/2 -1/2 വരും. ഓക്കെ, ഈസ് an orthogonal basis. നമുക്ക് ഓർത്തോഗണൽ ബേസിസ് ആണോ വേണ്ടത്, ഓർത്തോ നോർമൽ ബേസിസ് ആണ് വേണ്ടത്. an orthogonal basis for R3. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നോർമലൈസ് ചെയ്യാം. നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോം കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. നോർമലൈസിങ് ദി വെക്ടേഴ്സ്, ഏതൊക്കെ വെക്ടേഴ്സിനെ V1 V2 V3. നോർമലൈസിങ് ദി വെക്ടേഴ്സ് V1 V2 ആൻഡ് V3 we get. അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം വേണ്ടത്, W1 എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ, V1 ഡിവൈഡഡ് ബൈ നോം ഓഫ് V1. ഓക്കെ, V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 1 1 1 1. നോം ഓഫ് V1 എന്ന് പറയുമ്പോൾ എന്താ √(1² + 1² + 1²) സെയിം തന്നെ അല്ല, ഇസ് ഈക്വൽ ടു എന്താണ് 1 1 1 ഡിവൈഡഡ് ബൈ √3. ദാറ്റ് മീൻസ് 1/√3 1/√3 again 1/√3, which is W1. Next we have to find W2. Equation is V2 divided by norm of V2. Substituting the value of V2, -2/3 1/3 1/3 whole divided by square root of -2/3 square plus 1/3 square plus 1/3 square. Okay, which is equal to -2/3 1/3 1/3 divided by square root of, ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വാല്യൂ 4 + 1 + 1 എന്ന് പറയുന്നത് 6 വരും. 6 ഡിവൈഡഡ് ബൈ 9 അല്ലെ 6/3 എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3/√6 ഇൻറ്റു -2/3 1/3 1/3. ഇത് ഇവിടെ √6/9 ആണ്, അതായത് √6/3 വരും. ഇത് മേലോട്ടേക്ക് വരുമ്പോൾ എന്താണ് 3/√6 ആണ് വരിക, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഗെയിൻ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇവിടെ 3 ക്യാൻസൽ ചെയ്യാം. അപ്പം -2/√6, അടുത്ത എന്താ വരിക 1/√6 അഗെയിൻ 1/√6. ഇതാണ് ഏത് വരുന്നത്, W2 വരുന്നത്. W3 എന്താ വരിക, W3 എന്ന് പറയുന്നത് V3 ഡിവൈഡഡ് ബൈ നോം ഓഫ് V3. V3 എന്ന് പറയുന്നത് എന്താണ് 0 1/2 -1/2 divided by square root of 0 square plus 1/2 square plus -1/2 square വരും. ഓക്കെ, which is equal to, ഇതങ്ങനെ തന്നെ എഴുതുക, 0 1/2 -1/2 whole divided by square root of 0 plus 1/4 plus 1/4, which means √2/4 വരും 1/2. ഓക്കെ, which is equal to, നമുക്കതിനെ എങ്ങനെ എഴുതാം, 2/√2 into 0 1/2 -1/2, which is equal to, first one 0 1/√2, അടുത്ത എന്താ വരിക -1/√2. therefore B" ആണ് നമ്മൾ ഏത് ഓർത്തോ നോർമൽ വെക്ടേഴ്സ് ബേസിസിനെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. W1 W2 W3 ഈസ് an orthonormal basis for R3. R3ൻ്റെ ഓർത്തോനോർമൽ ബേസിസ് ആണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഏത് ഗ്രാം-ഷ്മിറ്റ് ഓർത്തോനോർമലൈസേഷൻ പ്രോസസ്സ് വഴി നമ്മൾ നോർമൽ വെക്ടർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ആണ്
ഒരു തിയറാണ് ഗ്രാം ഷ്മിഡ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്. ബി എന്ന് പറയുന്നത് u1 u2 etc um m less than or equal to n be a basis for a subspace wm of n. then b dash എന്ന് പറയുന്നത് v1 v2 etc v1 സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. v1 നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക u1, v2 എന്ന് പറയുന്നത് u2 മൈനസ് u2 ഡോട്ട് v1. അങ്ങനെ ഏതെടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് wmൻ്റെ കേസിൽ, അതായത് vm എന്ന് പറഞ്ഞാൽ um മൈനസ് ഇതിങ്ങനെ പോകും. ഓക്കെ, അതെന്ന് പറയുന്നത് ഓർത്തോഗണൽ ബേസിസ് ആണ്. ഓർത്തോനോർമൽ ബേസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാത്തിനെയും അതിൻ്റേതായ നോമ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയാണ് നമ്മളെ വെക്റ്റർ സ്പേസ് എന്നുള്ള മൊഡ്യൂൾ ഉള്ളത്. ഓക്കെ, താങ്ക് യു.